കാടിനുള്ളിൽ തണുത്തു വിറങ്ങലിച്ചൊരു രാത്രി. ആനകൾ വിഹരിക്കുന്ന കൊടുങ്കാടിനുള്ളിൽ വഴിതെറ്റി കുടുങ്ങിപ്പോയ 3 പേരെ രാവും പകലും നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചതിന്റെ ആശ്വാസത്തിലാണ് കുട്ടമ്പുഴയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഡ്രോണുകളടക്കം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ ഫലം കണ്ടത്. പാറക്കുട്ടിക്കുഞ്ഞ്, മായാജയൻ, ഡാർലി സ്റ്റീഫൻ എന്നിവരെയാണ് പശുവിനെ തേടി കാട്ടിനുള്ളിൽ കയറി ഒടുവിൽ ദിശയറിയാതെ കുടുങ്ങിപ്പോയത്. ആനയെ കണ്ട് ഭയന്നോടിയതിനെ തുടർന്നാണ് വഴിതെറ്റിയത്. ഒരു രാത്രി മുഴുവൻ തണുത്തും വിറച്ചും ഭയന്നും പ്രാർത്ഥനയോടെ വലിയൊരു പാറയ്ക്കുമേൽ കയറിയിരുന്നാണ് സമയം കഴിച്ചതെന്ന് മൂവരും പറയുന്നു. പശുവിനെ തേടി മൂവരും കാട് കയറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കാണാതായ പശു നാട്ടിലേക്ക് തിരിച്ചെത്തിയതായിരുന്നുവെന്നത് മറ്റൊരു കൗതുകം തന്നെ. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അടങ്ങുന്ന സംഘമാണ് രാവേറെ നീണ്ട തെരച്ചിലിൽ പങ്കാളികളായത്. ബുധനാഴ്ച മുതൽ കാണാതായ പശുവിനെ തേടിയിറങ്ങിയതാണ് 3 പേരും. നടന്ന് വഴിതെറ്റി തിരിച്ചു പോകാൻ കഴിയാതെ കാട്ടിനുള്ളിൽ തന്നെ കുടുങ്ങി. ഇടയ്ക്ക് ഒരു കാട്ടാനയെ കണ്ട് ഭയന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. വനത്തിനുള്ളിൽ ആനയെ കണ്ട് ഭയന്നോടിയെന്നും ഉയരമുള്ളൊരു പാറക്കെട്ടിൽ ഇരിപ്പുണ്ടെന്നും മായ ഫോണിൽ വിളിച്ചു പറഞ്ഞ വിവരം മാത്രമേ വീട്ടുകാർക്കുണ്ടായിരുന്നുള്ളൂ. തിരിച്ചെത്തുമെന്ന് കരുതി ഏറെ നേരം കാത്തിരുന്നുവെങ്കിലും വൈകിയിട്ടും എത്താതായതോടെ ഫോറസ്റ്റ് ഓഫീസർമാരെ വിവരം അറിയിച്ചു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. 15 പേരടങ്ങുന്ന 3 ടീമുകൾ കാട്ടിനുള്ളിൽ പോയി പരിശോധിച്ചു. ഇടയ്ക്ക് ഡ്രോൺ ഉപയോഗിച്ചും തെരഞ്ഞു. മഞ്ഞും ഇരുട്ടും കനത്തതോടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിഷ്ഫലമായി. പിന്നീട് ഫോറസ്റ്റ് വാച്ചർമാരുടെ നേതൃത്വത്തിൽ 15 പേരടങ്ങുന്ന 2 സംഘവും 5 പേർ വീതമുള്ള 2 സംഘവുമായി വീണ്ടും കാട്ടിലേക്ക്. ഏറെ നേരം തെരഞ്ഞിട്ടും ഫലമുണ്ടായില്ല. മൂവരുടെയും ഫോണിൽ ബന്ധപ്പെടുവാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. തെരച്ചിലിനായി കൊണ്ടുപോയ ടോർച്ചിലെ ചാർജ് തീർന്നു തുടങ്ങിയതോടെ മടങ്ങാതെ നിവൃത്തില്ലെന്നതായി. ഇടയ്ക്ക് തിരച്ചിൽ സംഘത്തിലെ ഒരാളെ നിരുപദ്രവകാരിയായ ചുരുട്ട എന്ന പാമ്പ് കടിച്ചതും പ്രതിസന്ധിയായി. ഇയാളെയും കൂട്ടി വെളുപ്പിന് 3:30-ഓടെ 3 സംഘങ്ങളും കാടിന് വെളിയിലായി. ഒരു വലിയ സംഘം അപ്പോഴും കാടിനുള്ളിൽ തന്നെ തുടർന്നു. പിന്നീട് വെളുപ്പിന് 6 മണിയോടെയാണ് തെരച്ചിൽ പുനരാരംഭിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ 5 കിലോമീറ്ററും ഉള്ളിലായി അറക്കമുത്തി എന്ന ഭാഗത്ത് നിന്ന് വലിയ പാറക്കെട്ടിന് മുകളിൽ ഇരുന്നിരുന്ന 3 പേരെയും കണ്ടെത്തി. ഇരുണ്ടു പിന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റൂല്ലോ. പക്ഷെ ആ കല്ല് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളൊരു കോല് ചാരി വെച്ചാ ആ കല്ലിൽ കയറിയത്. മുതാമരം കണ്ട് കിടന്നാണെന്ന് തോന്നണം. അപ്പൊ ഒരു കോല അവിടെ ചാരിയിട്ടാണ് അയാൾ പിടിച്ച് ഒരാളെ ആദ്യം കയറിയിട്ട് പിന്നെ മറ്റുള്ളവരെ കൈ പിടിച്ച് വലിച്ചു കയറ്റി. അല്ലാതെ കാരണം ഓടിച്ചൊന്നും കയറാൻ പറ്റില്ല. അപ്പൊ ആന വന്നാലും തുമ്പിക്കൈ എത്തിച്ചാലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പിന്നെ പൂര കുഞ്ഞ് ഇരുട്ടായതുകൊണ്ട് അടുത്തിരുന്ന ആളെ പോലും തപ്പി നോക്കണ ആളുണ്ടോന്ന് അറിയില്ലെങ്കിൽ തണുപ്പല്ലായിരുന്നോ? നല്ല തണുപ്പായിരുന്നു. പൂയംകുട്ടി മെഡിസിനൽ പ്ലാന്റേഷൻ അത്തിക്കളത്തിലെ താമസക്കാരാണ് 3 പേരും. 5 വർഷം മുമ്പ് ഇതുപോലെ ഒരാൾ കാട്ടിനുള്ളിൽ പോയി പിറ്റേ ദിവസം തിരിച്ചു വന്ന സംഭവം ഉണ്ടായിട്ടുമുണ്ട്. കുട്ടമ്പുഴ റിസർവ് ഫോറസ്റ്റ് ഓഫീസർ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ 50 പേരോളമാണ് രാവും പകലും നീണ്ടുനിന്ന തെരച്ചിൽ ദൗത്യത്തിൽ പങ്കാളികളായത്.